പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ കാത്തിരിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് അപ്ഡേറ്റായി പങ്കുവെക്കാനുള്ളത്. റോമൻ റെയിൻസിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് റോമൻ റെയിൻസ് പബ്ലിക്കിലേക്ക് ഇറങ്ങിത്തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റോ ആഫ്റ്റർ മാനിയ 41 ശേഷം ആദ്യമായിട്ടാണ് റോമൻ റെയിൻസ് പബ്ലിക്കിലേക്ക് ഇറങ്ങി ആരാധകരമായിട്ടുള്ള ഒരു ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എടുത്തൊരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ WWE സൂപ്പർ സ്റ്റാർസ് തിരിച്ചുവരവിന് മുൻപ് മാത്രമാണ് ആരാധകർക്കൊപ്പം ഫോട്ടോ എടുക്കുകയും മറ്റ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ റോമൻ റെയിൻസ് ഇപ്പോൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി അദ്ദേഹം ആരാധകരുടെ ഒപ്പം ഫോട്ടോ എടുക്കുന്നതിന് മറ്റൊരു അർത്ഥമുള്ളത് റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് ഉടനെ നടക്കും എന്നാണ്. 2-3 ആഴ്ചകൾക്ക് മുൻപ് പുറത്തേക്ക് വന്നൊരു അപ്ഡേറ്റ് റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിലേ കാണാൻ സാധിക്കുമെന്നാണ്. 2 ദിവസം കഴിഞ്ഞാൽ ജൂൺ മാസമായി. അപ്പോൾ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിലോ റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് നടക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റും റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ്. റോമൻ റെയിൻസിൻ്റെ എത്ര കൂട്ടുകാർ റോമൻ്റെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ അപ്ഡേറ്റ് ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മാക്ഡൗൺ എപ്പിസോഡ് ജൂൺ മാസത്തോട് കൂടിയിട്ട് 2 മണിക്കൂർ ഫോർമാറ്റിലേക്ക് തിരികെ പോകും എന്നുള്ളത്. കാരണം 3 മണിക്കൂർ ഫോർമാറ്റ് ആക്കിയതിന് ശേഷം വലിയ ഒരു റേറ്റിംഗ്സ് ഉണ്ടായിട്ടില്ല. കൂടാതെ 3 മണിക്കൂർ ആയതിനു ശേഷം ആരാധകർക്കോ അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾക്കോ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ തൃപ്തി ഉണ്ടായിരുന്നില്ല. അണ്ടർ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിരുന്ന റെസ്ലേഴ്സിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 3 മണിക്കൂറാക്കിയത്. പക്ഷേ അത് കമ്പനിക്ക് പ്രത്യേകിച്ച് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം നേടിക്കൊടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വാർത്ത 3 മണിക്കൂർ ഷോ സെപ്റ്റംബർ മാസം വരെയെങ്കിലും സ്മാക്ഡൗണിൻ്റെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം സ്മാക്ഡൗൺ അമേരിക്കയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു TV-യിലാണ്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽസിനെ നിലവിൽ സ്മാക്ഡൗൺ 3 മണിക്കൂർ ആക്കി മുന്നോട്ടേക്ക് പോകുന്നതിലോ അതിൻ്റെ വ്യൂവർഷിപ്പിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളില്ല എന്നും അപ്പോൾ അവർ സെപ്റ്റംബർ മാസം വരെ ഈ 3 മണിക്കൂർ ഫോർമാറ്റിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും റസൽ വേർഡ്സിൻ്റെ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്മാക്ഡൗൺ എപ്പിസോഡ് 2 മണിക്കൂറായിട്ടാണോ 3 മണിക്കൂറായിട്ടാണോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മൂന്നാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നിലവിൽ WWE ഹെഡ് ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ട്രിപ്പിൾ എച്ച് എന്ന് പറയുന്ന മുൻ WWE സൂപ്പർ സ്റ്റാറാണ്. എന്നാൽ ട്രിപ്പിൾ എച്ചിന് മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ബ്രീഫ് കേസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ മണി ഇൻ ദ ബാങ്ക് മത്സരങ്ങൾ അതിനോട് വലിയ താല്പര്യമില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റും മണി ഇൻ ദ ബാങ്കിൻ്റെ ലേഡർ മത്സരങ്ങളുടെയും ഒരു ഭാവി ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ബാക്കി നിർത്തിയിട്ടുണ്ട്. ട്രിപ്പിൾ എച്ചിൻ്റെ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ മണി ഇൻ ദ ബാങ്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയൊരു കരിയർ ഒന്നും ട്രിപ്പിൾ എച്ചിൻ്റെ WWE ആ ഒരു ക്യാരക്ടറിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. അപ്പോൾ ട്രിപ്പിൾ എച്ചിന് മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് കൂടുതൽ താല്പര്യമില്ല എന്ന് പറയുന്നതിന് കുറച്ച് ഒരു ബന്ധം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒരു റെസ്ലറായിരുന്ന ഒരു സമയത്ത് മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുന്ന ലാഡർ മത്സരങ്ങളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാഷിൻ ശ്രമം നടത്തുന്ന രീതിയിലുള്ള സ്റ്റോറിയിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ എച്ചിന് ഈ ഒരു കൺസെപ്റ്റിനോട് താല്പര്യമില്ല എന്ന് പറയുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ട്രിപ്പിൾ എച്ച് ഇപ്പോൾ എന്തായാലും മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇങ്ങനെ കൊണ്ടുപോകാനേ സാധ്യതയുള്ളൂ. അല്ലാതെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റോറിയൊന്നും ട്രിപ്പിൾ എച്ച് കൊടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ട്രിപ്പിൾ എച്ച് ക്രിയേറ്റീവ് ഹെഡ് ആയതിനു ശേഷമുള്ള മണി ഇൻ ദ ബാങ്ക് വിജയിച്ചവരുടെ ആ ഒരു ലിസ്റ്റും അത് ക്യാഷിൻ എടുത്ത ആ ഒരു സന്ദർഭവും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിന്നറായ ഡ്രൂ മാക്കൻഡയർ, അദ്ദേഹത്തിന് മുൻപുള്ള ഡെമിൻ പ്രീസ്റ്റ്, അതിന് മുൻപുള്ള ഓസ്റ്റിൻ തിയറി, ഇവരുടെയൊക്കെ ഒരു ക്യാഷിൻ എന്ന് പറയുന്നത് വലിയ ആധിപത്യം നേടിയിട്ടുള്ള ഒരു ക്യാഷിനോ അല്ലെങ്കിൽ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാഷിനോ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആ മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ട്രിപ്പിൾ എച്ച് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന് തെളിവ് കൂടിയാണ്. അപ്പോൾ മണി ഇൻ ദ ബാങ്ക് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ലേഡർ മത്സരങ്ങൾ അതിൻ്റെ ഭാവി ചിലപ്പോൾ നിർത്തലാക്കുന്ന രീതിയിലേക്ക് വരെ അടുത്ത വർഷങ്ങളിൽ കടന്നേക്കാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.